നമസ്കാരം, എൻ്റെ പേര് അസ്മിയ. ഞാൻ UPS ചെങ്ങലൂരിൽ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ABV കാവിൽപ്പാട് എഴുതിയ നാടോടി കഥകൾ എന്നുള്ള ബുക്കാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 21ഓളം കഥകളുണ്ട്. ഇതിലെ 7ാമതായ ഭാഗ്യം വന്ന വഴി എന്നുള്ള കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താണെന്നോ, അവളുടെ അച്ഛനും അമ്മയും മരിച്ചോടുകൂടി അവളുടെ ദൂരെയുള്ള ഒരു അമ്മായി അവളെ വളർത്താൻ തീരുമാനിച്ചു. പക്ഷെ അമ്മായിയുടെ മനസ്സിലുണ്ടായിരുന്നത് അവളെ കൊന്ന് ആ വീട് സ്വന്തമാക്കണമെന്നായിരുന്നു. ആദ്യമൊക്കെ സ്നേഹമുണ്ടായിരുന്നെങ്കിലും പിന്നെ അവളെ തല്ലുകയും ജോലി എടുപ്പിക്കുകയും ചെയ്തു. അവളെ എന്നിട്ട് ദൂരെയുള്ളൊരു കാട്ടിലുള്ളൊരു മുത്തശ്ശിയെ കാണാൻ പറഞ്ഞിട്ടു. വിശക്കുമ്പോൾ കുറച്ച് അരിയുണ്ടയും നൽകി. എന്നിട്ട് ആ അരിയുണ്ടയിൽ ആ അമ്മായി വിഷം പുരട്ടിയത് അവൾക്കറിയില്ലായിരുന്നു. അവൾ കാട്ടിലെത്തിയപ്പോൾ ഒരു പരുന്ത് അവളെ റാഞ്ചിയെടുത്ത് ഒരു മന്ത്രവാദിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടു. ആ മന്ത്രവാദിയുടെ ലക്ഷ്യം അവളെ അടിമയാക്കുവാനായിരുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുള്ള അരിയുണ്ട തട്ടിയെടുക്കുകയും അത് തിന്നുകയും ചെയ്തു. അത് തിന്നു കഴിഞ്ഞ് ആ മന്ത്രവാദിനി താഴേക്ക് മരിച്ചു വീണു. അപ്പോഴാണ് ആ അമ്മായി വിഷം പുരട്ടിയത് അവൾക്ക് മനസ്സിലായത്. അപ്പോൾ അവൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് രാജകുമാരന്റെ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു കുമാരനായിരുന്നു. എന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞ് കുമാരൻ അവളുടെ നാട്ടിൽ കൊണ്ടുപോകുകയും അവൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, ഇതിൽ കുറേ കഥകളുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് വായിക്കണം. നമസ്കാരം.